PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, അങ്ങനെ പറയാൻ കാരണം ഇത്തവണ ഞാൻ ഒരുപാട് PR നെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ശക്തമായിട്ട് PR കൊടുത്ത്, അല്ലെങ്കിൽ PR ന്റെ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇത്തവണ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിന്നർ അപ്പൊ PR എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരാളല്ല ഉദ്ദേശിച്ചത്, ഞാൻ ആൾക്കാർ ഉദ്ദേശിച്ചത്. സിജോയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ജിൻഡോ കപ്പടിച്ചത് സിജോക്ക് പിടിച്ചിട്ടില്ല. കാരണം ഒരു മണ്ടൻ എന്ന മുദ്ര കുത്തി കളിയാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് വിജയിച്ചത് സിജോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? അതായത് അടുത്ത സീസണിൽ ബിഗ് ബോസിലേക്ക് വരുന്ന ആൾക്ക് ഉപദേശം കൊടുക്കേണ്ടത് PR നെ നിർത്താനാണ്. ആ സമയത്ത് ആങ്കർ ചോദിക്കുന്നുണ്ട് ജിൻഡോ വിജയിച്ചത് PR ിലൂടെ ആണോന്ന്. ആ സമയത്ത് ഞാൻ ഒരാളെ അല്ല ഉദ്ദേശിച്ചതെന്ന് സിജോ പറയുന്നുണ്ടെങ്കിൽ പോലും പറയാതെ വെച്ചിട്ടുള്ളത് വിജയിക്കണമെങ്കിൽ PR വേണമെന്നുള്ള രീതിയിലാണ്. എന്തൊരു അസൂയയാണ്. കാരണം ജിൻഡോ അവിടെ കളിച്ച് തന്നെയാണ് കപ്പ് നേടിയിട്ടുള്ളത്. അത് മാത്രമല്ല, സിജോ ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് സിജോയുടെ പേജിലൂടെ സിജോയെ ബൂസ്റ്റ് ചെയ്യുന്ന എത്ര വീഡിയോസ് വന്നിട്ടുണ്ട്. അതും ഒരു PR ആണ്. ഏറ്റവും കൂടുതൽ സ്വയം പൊക്കിക്കൊണ്ട് സിജോയുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോസും ഫോട്ടോസും നമ്മൾ കണ്ടിരുന്നത്. മറ്റുള്ളവർ ചെയ്തിട്ടില്ല എന്നല്ല, ജിൻഡോയുടെ ഫ്രണ്ട്സും അതേ രീതിയിൽ ജിൻഡോയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഇനിയിപ്പോ PR ഉണ്ടെങ്കിൽ പോലും അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സിജോ സപ്പോർട്ട് ചെയ്യുന്ന അർജുനാണ് ഏറ്റവും കൂടുതൽ PR ഉണ്ടായിരുന്നത്. ജാസ്മിനും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ സിജോ വളരെ കൃത്യമായിട്ട് ജിൻഡോയെ കുത്തി പറയുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. സിജോ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അത് സ്റ്റോറി ഇട്ട് ആൾക്കാരെ കൂട്ടാനും, അതുപോലെ തന്നെ സിജോ ഹൗസിൽ ഇരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് സിജോ പോയിട്ടുണ്ടെങ്കിൽ സിജോ പറയുന്നതിൽ ഒരു ലോജിക്കുമല്ല. ഏതായാലും ജിൻഡോ കപ്പടിച്ചത് സിജോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് സിജോയുടെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായും കമന്റിൽ അറിയിക്കുക.